ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നത് ഈ ദിവസം തിങ്കളാഴ്ച മെയ് 11 ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എൻ്റെ തായ്വഴിയിലുള്ള 5 തറവാട്ടിൽ നിന്നും വന്നുപോയ പാപങ്ങൾക്ക് പരിഹാരമായി ഒരു കുർബാന എൻ്റെ ഇടവക പള്ളിയിൽ ഞങ്ങൾ വെച്ചിരുന്നു. അതിൻ്റെ വീഡിയോയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് കാണിച്ചു തരാനുള്ള കാരണം, ഒരു തറവാടിൽ നിന്നും വന്നു പോയിട്ടുള്ള പാപങ്ങൾ, പൂർവികർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ ഈശോയുടെ ഒരു ബലി നടത്തുമ്പോൾ, ഞാൻ മുമ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ പരിഹാര പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ അതെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ തറവാട്ടിൽ നിന്നും അന്യദൈവാരാധന, വിഗ്രഹാരാധന, വ്യഭിചാരം, കൊലപാതകം, ആത്മഹത്യ, ഭ്രൂണഹത്യ അങ്ങനെയൊക്കെ പറഞ്ഞ് പിതാവിനോട് മാപ്പ് ചോദിക്കുന്നൊരു പ്രാർത്ഥനയാണത്. ഈ ഒരു കുർബാന വയ്ക്കാൻ എനിക്ക് ഈശോയുടെ സന്ദേശം കിട്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു കുർബാന വെച്ചത്. അത് എൻ്റെ തായ്വഴിയിലുള്ള എൻ്റെ തറവാട്, പിന്നെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ, എൻ്റെ അമ്മയുടെ, എൻ്റെ അമ്മയുടെ അമ്മയുടെ, അങ്ങനെയാണ് തറവാട് പേര് പറഞ്ഞ് ആ തറവാട്ടിൽ നിന്നും മരിച്ചുപോയവർ ചെയ്ത അപരാധങ്ങൾക്ക് ദൈവസന്നിധിയിൽ പിതാവായ ദൈവത്തിനോട് പുത്രൻ തമ്പുരാൻ്റെ ബലി കൊടുത്തുകൊണ്ട്, പരിഹാര ബലിയായി സമർപ്പിച്ചുകൊണ്ട് പുരോഹിതൻ മാപ്പ് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കുർബാന ഇതുപോലെ സെറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ ഈ തറവാട്ടിൽ നിന്നുള്ള ആൺകുട്ടികളുടെ ഫാമിലികളെയെല്ലാം വിളിച്ചിരുന്നു. അങ്ങനെ വിളിച്ച് ഈ കുർബാന നടത്താൻ തീരുമാനിച്ചു. 11 കുർബാന നടത്തുമ്പോൾ 9 മുതൽ വലിയ അടയാളങ്ങളാണ് കിട്ടിയത്. അത് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ, ഒപ്പം കുർബാനയും കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നത്. 11 കുർബാന നടത്താമെന്ന് തീരുമാനിച്ച് 3 ദിവസം മുൻപേ തുടങ്ങി എൻ്റെ ബാലൻസ് പോയി. ഞാൻ അടി കിട്ടിയതുപോലെ കിടപ്പായി. ഞാൻ ആകെ സങ്കടപ്പെട്ടു. കാരണം ഈശോ കോളറെടുത്ത് ഇടാൻ പറഞ്ഞിട്ട് എനിക്ക് ഇത്രയും ദിവസം സുഖമായിരുന്നു. പെട്ടെന്ന് ഈ രോഗം അങ്ങോട്ട് വന്ന് ഞാൻ കിടപ്പായി. പിന്നെ ഞാൻ ഹൈ ഡോസ് മരുന്ന് കഴിക്കേണ്ടി വന്നു. വേറെ എന്ത് ചെയ്തിട്ടും രക്ഷയില്ല. അങ്ങനെ ഞാൻ ഈ മരുന്ന് കഴിച്ച് കിടക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു സ്വരം കേൾക്കുകയാണ്, കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അല്ലേ എന്ന്. കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ എടി, എടീന്നാണ് വിളിക്കണേ എന്നെ. കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ എടി. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഒരു കുർബാന. ഈ സ്വരമാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് സാത്താൻ്റെ ഇടപെടലാണ്. അത് ഈശോയുടെ അനുവാദം ചോദിച്ചിട്ടാണ്. നമുക്കറിയാലോ, സാത്താന് പോലും ഒരു വിരലനക്കണമെങ്കിൽ ഈശോ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അത് പരീക്ഷണമായിട്ട് നമുക്ക് തരുന്നതാണ്. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് ഈ ഒരു അവസ്ഥയാണെന്ന് അവനറിയാവുന്നത് കൊണ്ട് അവൻ അത് തന്നെ എനിക്ക് തരാൻ ഈശോയുടെ അനുവാദം ചോദിച്ചു. ഞാൻ ഈശോയോട് പറഞ്ഞു, ദൈവമേ, ഈ കുർബാന ഇനി എങ്ങനെ നടത്തും? ഇനി ആരെയൊക്കെ ഇവനിങ്ങനെ പരീക്ഷണത്തിന് വിധേയനാക്കും? അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഗുളിക കഴിച്ച് കിടക്കുകയാണ്. ആ സമയത്ത് 10 രാത്രി ഞാൻ നല്ല ഗുളിക കഴിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തല ഉയർത്താൻ പറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ തറവാട്ടിൽ നിന്ന് ഒരു മകൻ്റെ ഫാമിലിയിൽ നല്ല പനി വരുത്തി. അവന് വരാൻ പറ്റാത്ത വണ്ണം. ഞാൻ ക്ഷണിച്ച എല്ലാവരും ഈ കുർബാനയ്ക്ക് വന്നു. അതിൽ വലിയ സന്തോഷം. എല്ലാവരെയും കോട്ട കെട്ടി സംരക്ഷിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ കന്യാസ്ത്രീ എൻ്റെ ചേച്ചിയുടെ മകളാണ്. ഇതെൻ്റെ ബ്രദറാണ്, ഇതെൻ്റെ ചേച്ചിയാണ്. വേറൊരു ചേച്ചി അകലെ ഇതായിരിക്കുന്നുണ്ട്, കൈ കാണിച്ച്. അതും എൻ്റെ ചേച്ചിയാണ്. അത് എൻ്റെ തറവാട്. അതുപോലെ എൻ്റെ അപ്പൻ്റെ തറവാട്. അങ്ങനെയുള്ളവരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ, അമ്മാമ്മയുടെ ഒക്കെ തറവാട്ടിൽ നിന്നും ഉള്ളവർക്ക് വേണ്ടി കുർബാന കൊടുക്കണമെന്ന് ഈശോ സന്ദേശം തന്ന് ഇത് ചെയ്യാൻ തുടങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ കുർബാനയ്ക്ക് വളരെ ശക്തമായി എല്ലാവരോടും പ്രാർത്ഥന ചോദിച്ചു. കാരണം
എല്ലാവരും ചേർന്ന് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ സാത്താൻ അതിഷ്ടമല്ല. കാരണം പിതാവിനോട് മാപ്പ് പറയുക എന്ന് വെച്ചാൽ അവന് തീരെ ദഹിക്കില്ല. അതുകൊണ്ട് ഞാൻ വളരെയധികം പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടാണ് ഈ കുർബാനയ്ക്ക് ഒരുങ്ങിയത്. പക്ഷേ എൻ്റെ ആ തറവാട്ടിലുള്ള മകൻ്റെ ഫാമിലി പനിയിൽ നിന്നും മോചിക്കപ്പെട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ ഇടുമ്പോൾ പോലും ഇപ്പോൾ തന്നെ ഇത് ബ്രേക്ക് ചെയ്യേണ്ട വന്നു. കാരണം സാത്താന് തീരെ ഇഷ്ടമല്ല ഈ വീഡിയോ ഇടുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഞാനിത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വാതിലടച്ചിട്ടിരുന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. എങ്കിലും പുറത്തത്തെ സ്വരങ്ങളൊക്കെ നിങ്ങൾ കേൾക്കും. കാരണം ഞാൻ ഇപ്പോൾ അസുഖമായതുകൊണ്ട് എനിക്ക് മുകളിൽ സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തിടത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വാതിലിന്മേൽ 3-4 പ്രാവശ്യം എൻ്റെ വാതിലുമേൽ വന്ന് മുട്ടുകയാണ്. ഞാൻ വിചാരിച്ച് ഇവരെ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും ചോദിക്കാനായിരിക്കും ഇങ്ങനെ മുട്ടുന്നത് എന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റ് ഇപ്പോൾ തന്നെ പോയി. അപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ആരാ വാതിലുമേൽ മുട്ടിയേ, എന്തിനാണ് മുട്ടിയതെന്ന് ചോദിച്ചു. ഞങ്ങൾ ആരും മുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം എല്ലാവരും ഉറങ്ങാനായിട്ട് മുകളിൽ പോയി. ഫ്രാൻസിസ് ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ഈ പരിശുദ്ധ കുർബാന പൂർവീകരിൽ എന്തുമാത്രം വിടുതൽ കിട്ടുന്നു, അത് ലോകത്തറിയിക്കാൻ പോലും സാത്താന് വലിയ വിഷമമാണ്. അങ്ങനെ ഞങ്ങൾ കുർബാനയ്ക്ക് ഒരുങ്ങി. എൻ്റെ രോഗം അവിടെ ഇരുന്നു. ഞാൻ വലിയ മരുന്ന് കഴിച്ചു. ആ മകന് വരാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുർബാനയുടെ അന്ന്, അതായത് 10-ാം തീയതി രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. അതാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ് സഹോദരങ്ങൾ. അതൊരു സ്വപ്ന ദർശനമാണ്. ഞാൻ കാണുന്നത്, ഞാനൊരു ചെറിയ ചെടി കുറച്ച് വലുപ്പമുള്ള ഒരു ചെടി പറിക്കാൻ നോക്കുകയാണ്. ആ ചെടിയെ ഞാൻ കൃത്യമായി കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറിച്ച് ചെറിയ കൈക്കോട്ടുകൊണ്ടെടുത്ത് കുത്തി കളച്ച് അത് പറിക്കുകയാണ്, അതിൻ്റെ വേരടക്കം. പക്ഷേ ഞാൻ കളച്ചുകൊണ്ട് വരുമ്പോൾ ചെടി പറിക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ ചെടിയുടെ അടിയിൽ വലിയൊരു ഗർത്തമാണ് ഉണ്ടായത്, വലിയൊരു കുഴി. ഒരു ചെറിയ ചെടിയാണ് ഞാൻ ഇളക്കിയെടുക്കാൻ പോകുന്നത്, പക്ഷെ വലിയൊരു കുഴി ആ താഴത്തേക്ക് ഞാൻ കണ്ടു. ആ കുഴിയിൽ നിന്നും ഒരു വലിയ സർപ്പം, ഒരു മലമ്പാമ്പ് പോലത്തെ ഒരു പാമ്പ് എൻ്റെ മേത്ത് ചുറ്റി പെട്ടെന്ന് ചാടി. ഞാൻ പോ പാമ്പേ എന്ന് പറഞ്ഞ നിമിഷം പാമ്പ് എൻ്റെ മേത്തുനിന്ന് ഇറങ്ങി. പിന്നെ എവിടേക്ക് പോയെന്ന് അറിഞ്ഞില്ല. ഞാൻ ആകെ വിയർത്ത് പോയി സ്വപ്നമാണെങ്കിലും, കാരണം അത്രയും വലുപ്പമുള്ളൊരു പാമ്പായിരുന്നു. ഇത് എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്നെനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ പിന്നെ കാണുന്നത് ഒരു ടെമ്പോയിൽ കുറേ മണ്ണൊക്കെ നിറച്ച് 3 മലമ്പാമ്പുകളെ കൊണ്ടുവരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, ഈ പാമ്പുകൾ ഇങ്ങനെ കൊണ്ടുപോയാൽ ഇവർ ഇഴഞ്ഞ് പുറത്തേക്ക് പോവില്ലേ എന്ന്. അപ്പോൾ എന്നോടൊരു സ്വരം പറയുന്നുണ്ട്, ഇവർ പുറത്തേക്ക് പോകില്ല എന്ന്. പ്രിയ കൂട്ടുകാരെ, ഇത് ഞാൻ കാണുന്നത് 10-ാം തീയതി രാത്രി കിടന്ന് 11-ാം തീയതി പുലർച്ചെയാണ്. അന്നാണ് കുർബാന 11 മണിക്ക്. ഞാനങ്ങനെ ഈശോ ഇതെന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പറഞ്ഞു, നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പണി കുടുംബ വൃക്ഷത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന പാപാവസ്ഥയ്ക്ക് വേണ്ടി മാപ്പ് പറയുകയാണ്. നിൻ്റെ കുടുംബത്തിൻ്റെ അടിത്തട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. ആ അടിത്തട്ടിൽ കുടുംബവൃക്ഷത്തിൻ്റെ റൂട്ട് കിടക്കുന്ന അടിവേരിൽ എവിടെയോ സാത്താൻ ആരാധന നടന്നിട്ടുണ്ട്. ഞങ്ങൾക്കറിയില്ല, എൻ്റെ അപ്പാപ്പനോ എൻ്റെ അപ്പനോ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ടുള്ളതല്ല. നമ്മുടെ പിൻതലമുറക്കാർ അത് കാണിച്ചു തന്നത് അഗാധത്തിൽ കിടക്കുന്ന എവിടെ നിന്നോ ഈ പാമ്പൻ്റെ മേത്തേക്ക് ചാടി വന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി ചോദിച്ചത്, കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലടി എന്ന്, നിൻ്റെ കുർബാന എന്ന് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, ഇതെനിക്കൊരു വലിയ പാഠം തന്നു. നമ്മളൊരു കുർബാന മാപ്പ് പറഞ്ഞ് നമ്മുടെ തറവാട്ടിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ചൊല്ലാമെന്ന് വിചാരിക്കുമ്പോൾ സാത്താൻ വിറലി പിടിച്ച് അവിടെ നിന്ന് ഓടും. നമ്മുടെ പൂർവികരുടെ പാപം മൂലം നമുക്കുണ്ടാകുന്ന ബന്ധനത്തിന് നമുക്ക് വിടുതൽ കിട്ടും. അത് അവനിഷ്ടമല്ല. അതുകൊണ്ടാണ് അവൻ ഇതുപോലെ നമ്മളെ ചിറ്റിക്കുന്നത്.
കൂട്ടുകാരെ, കുർബാനയുടെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. ഞാനിത് എൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ നിൽക്കുമ്പോൾ അതിനോടൊപ്പം കുർബാനയുടെ രംഗങ്ങളും കാണിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ വലിയൊരു പഠനം ഈശോ കാണിച്ചു തന്നു. നമ്മുടെ കുടുംബവൃക്ഷത്തിൻ്റെ അടിവേര് തൊട്ട് എന്തൊക്കെ പാപങ്ങൾ വന്നിട്ടുണ്ടോ, അതിൽ ആരെങ്കിലും മാപ്പ് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ, മനസ്തപിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്കേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. നമ്മൾ അവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ആ പാപങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് പിതാവായ ദൈവത്തിന് കാഴ്ചവെച്ച് മാപ്പാക്കണേ, കരുണ കാണിക്കണമേ എന്ന് പറയുമ്പോൾ ഈശോയുടെ തിരുരക്തം ഇവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി പിതാവിൻ്റെ സന്നിധിയിൽ യാചിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ അടിവേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അതുമൂലം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ മോചനം കിട്ടും. ഇതിൻ്റെ വ്യക്തമായൊരു സ്വപ്നമാണ് ഈശോ എനിക്ക് കാണിച്ചു തന്നത്. അതുമാത്രമല്ല, ആ കുർബാനയിൽ ഞാൻ എൻ്റെ തറവാടിൽ നിന്ന് ഈ കുർബാന ആർക്കൊക്കെ അർപ്പിക്കുന്നുവോ ആ തറവാട്ടിൽ നിന്നൊക്കെയുള്ള ശുദ്ധീകരാത്മാക്കളെ ഞാൻ അൾത്താരയുടെ അടുത്ത്, ബേമയുടെ അപ്പുറത്ത് ഹൈക്കലയിൽ നിൽക്കുന്നത് കണ്ടു. അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. എല്ലാവരെയുമല്ല, പക്ഷെ അടുത്ത് മരിച്ചുപോയവരെയും പിന്നെ എൻ്റെ അമ്മയെയും അങ്ങനെ കുറച്ച് ആളുകളെ ഞാൻ കാണുകയുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ വീഡിയോ ഇടുന്നതിലൂടെ എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പാരമ്പര്യ രോഗങ്ങൾ അടിക്കടി എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആക്സിഡൻറ്റോ ദുർമരണങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കാരണം അന്വേഷിച്ച് പോകണ്ട. കുടുംബവൃക്ഷത്തിലെ ഓരോ തറവാട്ടിൽ നിന്നും, നിങ്ങൾക്കറിയാവുന്ന തറവാട്ടിൽ നിന്ന് ഒക്കെ മരിച്ചു പോയവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുക. ആ തിരുശരീരവും തിരുരക്തവും മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ഈ കുർബാനയിൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തം അർപ്പിക്കുന്ന സമയത്ത് പുരോഹിതൻ എൻ്റെ അച്ഛൻ മകനാണ് ഈ കുർബാന ചൊല്ലുന്നത്. ഈ എല്ലാ തറവാടുകളുടെയും പേര് പറഞ്ഞ് മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ എന്ന് വ്യക്തമായി പറഞ്ഞ് എല്ലാവരും അനുദപിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഈ കുർബാന അർപ്പിച്ചു. ഒരാൾക്ക് മാത്രമേ തടസ്സം ഉണ്ടായുള്ളൂ. പിന്നെ ദൈവത്തിൻ്റെ വലിയ കരുണ ഈ തറവാടുകളിലേക്ക് ഒഴുകിയിറങ്ങുന്നത് ഞാൻ കാണുകയാണ്. അതിൻ്റെ ഒരു അടയാളം കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോടിത് പങ്കുവെക്കുന്നത്, പരിശുദ്ധ കുർബാന മരിച്ചുപോയവർക്ക് വേണ്ടി അർപ്പിക്കുമ്പോൾ എന്തുമാത്രം വിടുതലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം, ആ സ്വപ്നം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ അന്വേഷിച്ച് നടക്കാറുണ്ട്, ഈ ചെടി നടന്നതൊക്കെ എന്തിനാണ് ഈ സ്വപ്നത്തിൽ കാണിച്ചു തന്നതെന്ന്. അങ്ങനെയുള്ള എല്ലാവരും കൂടി പങ്കുവെച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിലാക്കി കിട്ടിയത്. ഈ ചെടി എൻ്റെ കുടുംബവൃക്ഷമാണ്, അത് ഇളക്കിയെടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോഴാണ് അതിൻ്റെ അടിത്തട്ടിൽ നിന്നും ഈ പാമ്പ് വരുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ ശരിയാണ്, ഞങ്ങളുടെ തറവാടിൻ്റെ അടിത്തട്ടിൽ വളരെ വളരെ പണ്ടുള്ള തലമുറയിൽ അന്യദൈവ ആരാധനകൾ നടന്നിട്ടുണ്ട്.
നമുക്ക് പരിഹാര പ്രാർത്ഥന ഏറ്റുചൊല്ലാം. കർത്താവായ നാളിതുവരെയും പലവിധത്തിലും തലത്തിലും രോഗബാധിതരായ എൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും പൂർവികരെയും എന്നെയും അങ്ങേക്ക് സമർപ്പിച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാത്തതിനെക്കുറിച്ച് ഞാൻ അനുദപിക്കുന്നു. രക്ഷകനായ ഈശോയെ, എൻ്റെ വംശത്തിൻ്റെ മുഴുവനും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് അങ്ങേക്കർപ്പിക്കുന്ന എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെയും അവരെയും അനുഗ്രഹിക്കണമേ. എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും തകർക്കും വിധം എന്നിലും എൻ്റെ കുടുംബാംഗങ്ങളിലും തലമുറകളിലും ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ ജടിക പാപങ്ങളെയും പ്രതിയും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള വിഗ്രഹാരാധന, അന്ധവിശ്വാസം, കൊലപാതകം, ഭ്രൂണഹത്യ, ആത്മഹത്യ, ഇന്ന് നിലനിൽക്കുന്ന പ്രകൃതിവിരുദ്ധ പാപങ്ങൾ, പലതരം അനീതികൾ, അഹങ്കാരം, ലൈംഗിക പാപങ്ങൾ, ഇവയെല്ലാറ്റിനെയും പ്രതി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും തലമുറകളുടെയും മേൽ കരുണയായിരിക്കണമേ. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും പൂർവീകരും അങ്ങേ നിഷേധിച്ചും ധിക്കരിച്ചും ഉപേക്ഷിച്ചും അന്യദൈവങ്ങളിലേക്കും ആരാധനകളിലേക്കും നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി മനസ്താപത്തോടെ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ. സകല തലമുറകളുടെയും രാജ്ഞിയായ പരിശുദ്ധാമ്മേ, എൻ്റെ തലമുറയെയും വന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും ബന്ധനമഴിക്കുവാൻ അമ്മ തമ്പുരാനോട് പറയണമേ, പ്രാർത്ഥിക്കണമേ. നിന്നുടെ രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാവരും പാരിൽ നിർത്തി മരിച്ചാലും ജീവിച്ചേടും സ്വർഗത്തിൽ. അവരുടെ സ്മരണയെ ഓർത്തിടുമീ പടിയിൽ ചേർന്നവരാം നിങ്ങൾ സ്വർഗോന്മുഖരായി ജീവിക്കാൻ കൃപയോടെന്നും നിറയട്ടെ. ജീവനും തിരുസേവായാൽ നിങ്ങൾ ബുദ്ധിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ കർത്താവിൻ്റെ കബരുടെ മേൽ സ്വസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമായിട്ട് ഈ ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ശേഷം
കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ യാതൊരു ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണമാകാൻ പ്രത്യാശിനിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. കൈക്കൊള്ളണമേ ഹൃദയം നവമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയെന്നാഥ തിരുസന്നിധിയിൽ. ബലികൾ പോലെ ഞങ്ങളുടെ തറവാട്ടിൽ നിന്നും അടുത്ത കാലത്ത് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ച ഒരു മകളാണ് എൻ്റെ കൂടെ കാറ്റീസം ടീച്ചറായി വർക്ക് ചെയ്തിരുന്ന സ്മിത. ആ കുട്ടിയുടെ കല്ലറയാണ് ഇത്. അവിടെ ഒരു ഒപ്പീസും ഞങ്ങൾ നടത്തി. തറവാട്ടിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവരുടെ ഒരു കല്ലറ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലുള്ളത് അതാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു ഒപ്പീസും ഒരു മെഴുകുതിരി കത്തിക്കലും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമാണെന്നും. നമുക്കും എല്ലാവർക്കും നമ്മുടെ തറവാട്ടിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ഭക്ഷണം കൊടുത്തു കേട്ടോ. ഞാനിത് എടുത്ത് കാണിക്കാനുള്ള കാരണം ഇത് അഗാപ്പയാണ്, സ്നേഹവിരുന്ന് എന്ന് നമ്മൾ പറയും. നമ്മുടെ ഓരോ പരിപാടി കഴിഞ്ഞും നമ്മുടെ വീട്ടിൽ ഭക്ഷണം വയ്ക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ വലിപ്പമോ പ്രാധാന്യമോ അല്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, സ്നേഹ സംഭാഷണം നടത്തുക. ഇത് ഈശോയ്ക്കും നമ്മുടെ പൂർവീകർക്കും വലിയ സന്തോഷമുള്ളതാണ്. ഭക്ഷണത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളോ വലിപ്പ ചെറുപ്പമോ ഒന്നും ഇവിടെ പ്രാധാന്യമല്ല. ഞങ്ങൾ ഈ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിലാണ് ഇവരെ വിളിച്ച് ഇതുപോലെ ഭക്ഷണം കൊടുത്തത്. എന്തൊരു സന്തോഷമാണെന്നറിയോ ഈ പൂർവീകർക്ക് ഇങ്ങനെ നമ്മുടെ തറവാട്ടിലുള്ള മക്കളൊക്കെ ഒന്നിച്ച് ചേർന്ന് ബലിയർപ്പിച്ച് വിരുന്ന് കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്കും ഇഷ്ടമാണ്. സഹോദരങ്ങൾ ഒന്നിച്ചിരുന്ന് വസിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ലേ?
കർത്താവും ഏതൊരു പരിപാടി കഴിഞ്ഞാലും ഭക്ഷണം കൊടുക്കുക എന്നല്ലേ പറയാറ്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തതും അങ്ങനെ നമ്മൾ എപ്പോഴും വായിക്കാറുണ്ട്. ഈശോ ഭക്ഷണം ഒരുക്കി സ്ത്രീഹന്മാർക്കും കൂടെ വന്നിരിക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കുർബാന ചൊല്ലിക്കൽ തടസ്സപ്പെടുത്താൻ വന്ന എല്ലാ തടസ്സങ്ങളെയും ഈശോയും വിശുദ്ധ മിഖായേൽ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടി ഒഴിവാക്കി ഞങ്ങൾക്കിത് സാധിച്ചു തന്നതിന് ഏറെ നന്ദിയുണ്ട്. ഇനി അടുത്ത ഒരു ദിവസം ഫ്രാൻസിസ് ഏട്ടൻ്റെ തറവാട്ടിൽ നിന്നും ഇതുപോലെയൊരു പരിപാടി വയ്ക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഈശോയുടെ മേൽനോട്ടത്തിനായി വിട്ടുകൊടുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സാത്താൻ്റെ കണ്ണും ഒപ്പം നമ്മുടെ കൂടെയുണ്ട് എന്ന് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. അതിനെ ജയിക്കാനുള്ള ആത്മാവിൻ്റെ കൃപ കൊണ്ട് നമ്മൾ ജ്വലിച്ചവരാവാൻ, നിറഞ്ഞവരാവാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവൻ്റെ ആ തടസ്സപ്പെടുത്തലിൽ നമ്മൾ പെട്ടുപോകും. പരിശുദ്ധ കുർബാന അവന് തീരെ ദഹിക്കില്ല. അതെപ്പോഴും ഓർത്തിരിക്കണം. കുർബാനയെ തടസ്സപ്പെടുത്താൻ പല മാർഗങ്ങളും അവൻ കൊണ്ടുവരും. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ കുർബാനയാണ്, സ്നേഹത്തോടു കൂടിയുള്ള വിരുന്നാണ്, നമ്മുടെയൊക്കെ ഏക ബലം. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ഏക ബലം. അതിനോടനുബന്ധിച്ച് പരിശുദ്ധ ജപമാലയാണ് നമ്മുടെ ആയുധം. ദിവ്യകാരുണ്യ ആരാധനയാണ് നമ്മെ നയിക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, എല്ലാ മക്കളും ഇത് ഓർത്തുകൊണ്ട് ജീവിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പൂർവീകരെ മറക്കല്ലേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആമീൻ.